എൻ്റെ ഒരു റിലേറ്റീവ് ഇങ്ങനെ 6ാം ക്ലാസ്സിലാണ് 10ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ വെച്ച് എന്നോടൊരു റിലേറ്റീവ് ചോദിച്ച ഇങ്ങനെ അമ്മ ചോദിച്ചാൽ പറഞ്ഞോണ്ടെന്ന് പറഞ്ഞപ്പോൾ എടി നിനക്ക് ഞാൻ കയറ് തരാം, നീ തൂങ്ങി ചത്തൂടെ. അത് ഇപ്പോഴും എൻ്റെ മനസ്സ് നല്ല വേദനയുണ്ട്. അച്ഛൻ എന്തായാലും ഇത് എവിടെയെങ്കിലും കാണുന്നുണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസം SSLC ഫലം പ്രഖ്യാപിച്ചപ്പോൾ കോട്ടൺ ഹിൽ സ്കൂളിലെ ചില ദൃശ്യങ്ങൾ വളരെയധികം വൈറലായിരുന്നു. ഒരു പെൺകുട്ടി പൊട്ടിക്കരയുകയും തുള്ളിച്ചാടുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ ഓരോരുത്തരും മലയാളികൾ ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ആ പെൺകുട്ടിയാണ് ഇപ്പോൾ റിപ്പോർട്ടിനോടൊപ്പം ചേരുന്നത്, നിവേദ്യ ആർ മോഹൻ. ഇപ്പം ഞാൻ എൻ്റെ റിസൾട്ടിൽ ഒരു A ആണ് കിട്ടിയിരുന്നെങ്കിൽ എല്ലാവരും പറയും 10ൽ റിസൾട്ട് ഒന്നുമല്ല, അതൊക്കെ ഇൻ ഫ്യൂച്ചർ ഒരു ഡിഗ്രിക്കോ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുന്ന കാസ്റ്റ് നോക്കുന്ന സർട്ടിഫിക്കറ്റ് മാത്രമായിരിക്കും. ആയിക്കോട്ടെ, പക്ഷേ എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ എന്നെ ഇങ്ങനെ പറഞ്ഞ വ്യക്തികൾക്കുള്ള ഒരു ഇതാണ്. എനിക്ക് പറയാൻ മാത്രം മറുപടിയാണ്. എനിക്ക് പറയാൻ മാത്രമല്ല, എനിക്ക് നിങ്ങളെക്കാളും വിവേകവും അറിവും ഉണ്ട് എന്ന് തന്നെയാണ്. എനിക്കൊരു ഗ്രേസ് മാർക്ക് പോലും ഇല്ലാതെ കിട്ടിയ ഒരു വിനയത്തോടെ തന്നെ അത് പറയും. പറയല്ല, അത് കാണിച്ചു കൊടുത്തു. റിസൾട്ട് കിട്ടിയ ആ സ്പോട്ടിലാണ് ഫ്ലാഷ് ബാക്ക് ആയിട്ട് ഞാൻ 5ൽ പഠിക്കുന്നതിന് മുമ്പത്തെ വെക്കേഷനാണ് ചെയ്ത്. കാഷ്വലായിട്ട് പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാഷ്വലായിട്ട് പറഞ്ഞൊരു ടോക്കായിരുന്നു, മക്കളെ ഇതുപോലെ എന്തോന്ന് നല്ല ഇങ്ങനെ നീ എപ്പോഴും എക്സാമിനൊക്കെ പോകുമ്പോൾ നല്ല മാർക്കൊക്കെ വേണം, എപ്പോഴും അഭിമാനം വാങ്ങണം, ഇതുപോലെ 10 ഏതൊരു കുട്ടിക്ക് അപ്പോൾ ഏതോ ഫുൾ A+ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു, അപ്പോൾ ഇതുപോലെ നീ ഫുള്ള് ഇതുപോലെയൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് ആ സ്പോട്ട് എത്തിയപ്പോൾ ആ റിസൾട്ട് കണ്ടപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് അച്ഛൻ്റെ ഓർമ്മകളൊക്കെ വന്ന്. അല്ലെങ്കിൽ ഞാൻ ഡാഡീസ് ഗേൾ ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ നല്ല രീതിയിൽ മിസ് ചെയ്യും. അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിലും പെട്ടെന്ന് അത് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു. അച്ഛൻ്റെ കാര്യം ഓർക്കുമ്പോഴേ ഞാൻ പൊട്ടിക്കരയാറുണ്ട്. അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം സന്തോഷിച്ചേനെ. ഒപ്പം തന്നെ അമ്മ ആ സമയത്തില്ലായിരുന്നു. എൻ്റെ പല ഫ്രണ്ട്സിൻ്റെയും അമ്മമാരുണ്ടായിരുന്നു. അവരൊക്കെ ആണ് കുട്ടികളെ സമാധാനിച്ചത്. നോക്കിയപ്പോൾ അമ്മയില്ല, ഞാൻ ഒറ്റയ്ക്ക്. അച്ഛൻ എന്തായാലും ഇത് എവിടെയെങ്കിലും കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അച്ഛൻ അത്രത്തോളം സന്തോഷമായിരിക്കും. പിന്നെ അച്ഛൻ അറിയാന്നുള്ള ആൾക്കാർക്കും എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് അങ്ങനെയൊക്കെയുള്ള രീതിയിലും ഹാപ്പി ആയി. ഞാൻ ഓവർ ടൈം രാത്രി ഒരു 10 മണി രാത്രിയാണ് ഞാൻ ഇരിക്കുന്നത്. 5:30 വരെയൊക്കെ ഇരുന്നും പഠിച്ച് പിന്നെ അമ്മയുടെ ട്യൂഷൻ കഴിയുമ്പോൾ എഴിച്ചിരുന്ന് ബാക്കി പകലിരുന്ന് പഠിക്കും. അങ്ങനെയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ എക്സാം തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ 2 മാസം ഫെബ്രുവരിയും മാർച്ചും ഞാൻ ഡിന്നർ എന്ന് പറഞ്ഞ സാധനം കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കാതെ ആ സമയം ഇരുന്ന് പഠിക്കും. എൻ്റെ ഒരു റിലേറ്റീവ് ഇങ്ങനെ 6ാം ക്ലാസ്സിലാണ് 10ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ വെച്ച് എന്നോടൊരു റിലേറ്റീവ് ചോദിച്ച ഇങ്ങനെ അമ്മ ചോദിച്ചാൽ പറഞ്ഞോണ്ടെന്ന് പറഞ്ഞപ്പോൾ എടി നിനക്ക് ഞാൻ കയറ് തരാം, നീ തൂങ്ങി ചത്തൂടെ എന്നാണ് ഒരു റിലേറ്റീവ് ചോദിച്ചത്. അത് ഇപ്പോഴും എൻ്റെ മനസ്സ് നല്ല വേദനയുണ്ട്. 6ാം ക്ലാസ്സിലാണ്, 10ലല്ല. അപ്പം അങ്ങനത്തെയൊക്കെ ഉള്ളവർക്ക് എൻ്റെ 10ലെ റിസൾട്ട് തിരിച്ചടി തന്നെയാണ്. അതൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ പഠിച്ചത്. കാരണം എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞവരും നമ്മളുടെ ജീവിതത്തിൽ ഒരു ഇൻസിഡൻറ്റ് പറയാം. ഞാൻ മാത്തമാറ്റിക്സിന് വീക്ക് ആയിരുന്നു. ഇപ്പോഴല്ല, ഒരു 5th വെച്ച്. ഇനി ഹ്യൂമാനിറ്റീസ് എടുക്കണം. ശരിക്കും പറഞ്ഞാൽ 10A+ കിട്ടിയവരൊക്കെ സയൻസ് കൊമേഴ്സ് ഒക്കെ അല്ലേ പ്രധാനമായിട്ടും ചൂസ് ചെയ്യും. ആദ്യത്തെ ഓപ്ഷൻ സയൻസ് ആയിരിക്കും, ഡോക്ടർ, എഞ്ചിനീയർ എല്ലാവരും പറയുന്ന അതാ. എന്താ നിവേദ്യ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നത്? കാരണം എൻ്റെ ഫാമിലിയിലും പൊതുവേ ഉള്ളൊരു കോൺസെപ്റ്റാണ് സയൻസ് എടുത്ത പിള്ളേർ പഠിപ്പിച്ചിട്ടും അല്ലാത്ത പിള്ളേർ ഉഴപ്പന്മാരും അങ്ങനത്തെ. ശരിക്കും അങ്ങനെ അല്ല. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുണ്ട്, അതിൻ്റേതായിട്ടുള്ള. ഇപ്പം ഹ്യൂമാനിറ്റീസ് എടുത്താൽ നിറയെ എഴുതാനൊക്കെ ഉണ്ട്. എനിക്ക് ഹിസ്റ്ററി ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തതാണ്. പിന്നെ ഫുൾ A+ കിട്ടിയ എല്ലാവരും മിക്കവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ സയൻസൊക്കെയാണ് എടുത്തത്. പക്ഷേ ഫുൾ A+ കിട്ടിയ പലരും ഹ്യൂമാനിറ്റീസും എടുക്കുന്നുണ്ട്. അതാരും അങ്ങനെ അറിയാറില്ല.
എന്തായാലും എനിക്ക് ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമാണ്. ഹിസ്റ്ററി മെയിനായിട്ട് എടുക്കാനൊക്കെയാണ് താല്പര്യം. ഏതായാലും പറഞ്ഞതിൽ പല പാഠങ്ങളും വിദ്യാർത്ഥികൾക്കുണ്ട്. പ്രധാനമായും അത് ജീവിത പ്രതിസന്ധികളിൽ തന്നെ ചില ഘട്ടങ്ങളിൽ നമ്മുടെ അടുത്ത് നിൽക്കുന്നവർ, കുടുംബക്കാർ, അയൽവാസികളൊക്കെ കുത്തുവാക്കുകൾ പറയും. അതിനൊക്കെ സ്വന്തം വിജയം കൊണ്ടാണ് മറുപടി പറയേണ്ടത് എന്ന് നിവേദ്യ ജീവിതം കൊണ്ട് കാണിച്ചു തന്നിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.